ആറാമത്തെ സഹപാഠിക്കും കണ്ണീരോടെ വിട നൽകി സഹപാഠികളും അധ്യാപകരും. കാറിന് തകരാറുള്ളതായി തോന്നി. വിദ്യാർത്ഥിയുടെ മൊഴിയും പുറത്ത്. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആറാമത്തെ വിദ്യാർത്ഥിക്കും കണ്ണീർ പ്രണാമം അർപ്പിച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും. കളർകോട് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന എടത്വ സ്വദേശി ആൽവിൻ ജോർജ് വ്യാഴാഴ്ച വൈകിട്ടോടെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് വിട പറഞ്ഞത്. മൃതദേഹം പുലർച്ചെ 3-ഓടെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. രാവിലെ 8:30-ഓടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. 10-ഓടെ മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വെച്ചു. 5 ദിവസമായി ദുഃഖം തളം കെട്ടി നിൽക്കുന്ന കോളേജ് ക്യാമ്പസ് വീണ്ടും ദുഃഖസാന്ദ്രമായി. സഹപാഠികളും അധ്യാപകരും നിറകണ്ണുകളോടെ അന്തിമോപചാരം അർപ്പിച്ചു. മന്ത്രി പി പ്രസാദ്, എച്ച് സലാം MLA, മുൻ MP AM ആരിഫ്, ജില്ലാ കളക്ടർ തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും നാട്ടുകാരും അന്ത്യോപചാരം അർപ്പിച്ചു. പിതാവ് കൊച്ചുമോൻ ജോർജും മാതാവ് മീനയും സഹോദരൻ കെൽവിനും സന്നിഹിതരായിരുന്നു. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം എടത്വ ജൂബിലി ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. തിങ്കളാഴ്ചയാണ് സംസ്കാരം. അതേസമയം കളർകോട് 6 പേരുടെ മരണത്തിന് ഇടയാക്കിയ കാറിന് തകരാറുണ്ടായിരുന്നതായി തോന്നിയെന്ന് കാർ ഓടിച്ചിരുന്ന വിദ്യാർത്ഥി ഗൗരി ശങ്കർ. പോലീസിന് നൽകിയ മൊഴിയിലാണ് പരാമർശം. ഓവർടേക്ക് ചെയ്യുന്നതിനിടെ വിചാരിച്ച സ്പീഡ് കിട്ടിയില്ലെന്നും പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചതോടെ കാർ തെന്നി നീങ്ങിയിരുന്നുവെന്നും വിദ്യാർത്ഥിയുടെ മൊഴിയിലുണ്ട്. കനത്ത മഴയുണ്ടായിരുന്നതിനാലാണ് അന്ന് കാർ എടുക്കാൻ തീരുമാനിച്ചത്. ആലപ്പുഴ റെയ്ബാൻ തിയേറ്ററിൽ 9:30-നുള്ള ഷോയ്ക്കായിരുന്നു ടിക്കറ്റ് എടുത്തത്. കാർ ഓടിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എന്തോ തകരാറുള്ളതായി തോന്നിയിരുന്നു. മുമ്പിലുണ്ടായിരുന്ന കാറിനെ മറികടക്കുന്നതിനിടെ വിചാരിച്ച പുള്ളിങ് കിട്ടിയില്ല. ആക്സിലേറ്ററിൽ കൊടുക്കുന്ന പവറിനനുസരിച്ചുള്ള വേഗത കിട്ടിയില്ല. ഇതിനിടെയാണ് എതിർവശത്തു നിന്ന് വരുന്ന KSRTC കണ്ടത്. പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി. റോഡ് നനഞ്ഞു കിടന്നതിനാൽ നിയന്ത്രണം വിട്ട് വലതുവശത്തേക്ക് തെന്നിമാറി. ബസ്സിലിടിച്ചു, വിദ്യാർത്ഥി പറഞ്ഞു. കാറിനെ മറികടക്കുന്നതിനിടെയായിരുന്നു അപകടമെന്നാണ് വാഹനത്തിലുണ്ടായിരുന്ന മറ്റൊരു വിദ്യാർത്ഥിയായ മൊഹസിന്റെ മൊഴി. ഇന്നലെ മെഡിക്കൽ കോളേജിലെത്തിയ സൗത്ത് പോലീസാണ് മൊഴി രേഖപ്പെടുത്തിയത്. വിദ്യാർത്ഥികൾ ഓടിച്ച കാറിന്റെ ഉടമയ്ക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഷാമിൽ ഖാനെതിരെ മോട്ടോർ വാഹന വകുപ്പാണ് കേസെടുത്തിരിക്കുന്നത്. വാഹനം നൽകിയത് കള്ളടാക്സിയാണെന്ന് MVD കണ്ടെത്തിയിരുന്നു. അപകടത്തിൽ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. ഷാമിൽ ഖാന് വാടക Google Pay വഴി നൽകിയതിന്റെ തെളിവും കോടതിയിൽ ഹാജരാക്കും.